Hello friends, welcome back to my channel. This is Akshay. മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയ്ക്ക് ശേഷം ദിലീഷ് പോത്തനും ഫഹദ് ഫാസിലും വീണ്ടും വന്നിരിക്കുന്ന സിനിമയാണ് തൊണ്ടിമുതലും ദൃക്സാക്ഷിയും. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് വളരെയധികം പ്രതീക്ഷയാണ് മലയാളി പ്രേക്ഷകർ നൽകിയത്. ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ ഫുൾ ഒരു ഹാഷ്ടാഗ് പോലെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പോത്തേട്ടൻ ബ്രില്യൻസ്. ഈ ഒരു പ്രയോഗത്തെ ഒന്നുകൂടി ഉറപ്പിച്ചു നിർത്തുകയാണ് തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയുടെ ദിലീഷ് പോത്തൻ. അങ്ങനെ വലിയൊരു പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെയാണ് ഈ സിനിമ തിയേറ്ററിൽ എത്തിയത്. ആകെ ഒരു സിമ്പിൾ ടീസറും അതുപോലെ തന്നെ ഒരു ചെറിയൊരു പാട്ട് മാത്രമാണ് അണിയറ പ്രവർത്തകർ ഇതിന്റെ പുറത്ത് വിട്ടിരുന്നത്. ആ ഒരു പാട്ട് തന്നെ ഈ സിനിമയ്ക്ക് വളരെയധികം പ്രേക്ഷക പ്രീതി നേടിക്കൊടുത്തിരുന്നു. ഫഹദ് ഫാസിലും സുരാജ് വെഞ്ഞാറമൂടും തന്നെയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീജ എന്നൊരു കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ നിമിഷ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രസാദ് എന്ന യുവാവിന്റെ ജീവിതത്തിലൂടെയാണ് സിനിമയുടെ കഥ പറഞ്ഞു തുടങ്ങുന്നത്. ഒരു ചെറിയൊരു മോഷണം നടക്കുന്നു, അതിന് ചുരുക്കലാണ് സിനിമയുടെ ബാക്കി സ്റ്റോറി പറയുന്നത്. ഒരു സിമ്പിൾ സ്റ്റോറിയാണ് സിനിമയ്ക്കുള്ളത്. അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു ത്രില്ലർ മോഡിൽ കാണിച്ചിരിക്കുകയാണ് സിനിമയിൽ. ഓരോ സംഭവങ്ങളും ഇതിനകത്ത് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കോമഡീസ് ആയാലും അതുപോലെ പാട്ടുകളായാലും ഓരോ ആൾക്കാരുടെ പെർഫോമൻസ് ആയാലും എല്ലാം തന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ചെറുതും വലുതുമായിട്ട് പുതുമുഖങ്ങളടക്കം ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. എല്ലാവരും തന്നെ അവരവരുടെ ക്യാരക്ടേഴ്സ് വളരെ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്, വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തൊരു പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ ഒരു പക്ക പോലീസുകാരായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയ്ക്ക് ശേഷം ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് ഒരു പോലീസ് സ്റ്റേഷന്റെ സംഭവം കാണിച്ചിട്ടുള്ള ഈ സിനിമയിലാണ്. അപ്പോൾ അതിന്റെയും സുരാജിന്റെയും ആ ഒരു ക്യാരക്ടേഴ്സ് എടുത്തു പറയേണ്ടതാണ്. ആ ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് ഇവരല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന രീതിയിലാണ് ഇതിനകത്ത് അവർ പെർഫോം ചെയ്തിരിക്കുന്നത്. അത്ര ബ്രില്യൻ്റ് ആണ് ഇതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത്. വളരെ നല്ലൊരു ഫസ്റ്റ് ഹാഫും അതുപോലെ തന്നെ ത്രില്ല് അടിപ്പിക്കുന്ന ഒരു സെക്കൻഡ് ഹാഫുമാണ് സിനിമയ്ക്കുള്ളത്. ബിജുബാലാണ് സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. പാട്ടുകളായാലും ബിജിഎം ആയാലും എല്ലാം തന്നെ വളരെ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. രാജീവ് രവിയാണ് സിനിമയുടെ ഛായാഗ്രഹണം. ആ ഒരു കാര്യത്തെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓരോ സീൻ കാണുമ്പോൾ നമുക്ക് ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യും. നെഗറ്റീവായിട്ട് പറയാനായിട്ട് യാതൊന്നും തന്നെ സിനിമയിൽ ഇല്ല എന്ന് വേണം പറയാനായിട്ട്. ഓരോ സീനും അത്രയും മികച്ച രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ സിനിമയും എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയായിട്ട് ചെറിയൊരു സാമ്യമൊക്കെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സിനിമയ്ക്ക് കയറരുത്. കാരണം ഇത് വേറൊരു രീതിയിലുള്ള ഒരു സിനിമയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ആദ്യമായിട്ട് കയറുന്നത്, അതായത് ഫസ്റ്റ് ടൈം ഈ സിനിമ കാണാൻ കയറുമ്പോൾ ആരും പോത്തേട്ടൻ ബ്രില്യൻസ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ സിനിമയെ സമീപിക്കരുത്. കാരണം അങ്ങനെയാണ് നിങ്ങൾ ഈ സിനിമയ്ക്ക് കയറുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമയുടെ ആ ഒരു ഭംഗി കംപ്ലീറ്റ് ആയിട്ട് ആസ്വദിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അങ്ങനെ കാണേണ്ടവർ ഒരു തവണ ഈ സിനിമ നോർമലായിട്ട് കണ്ടതിന് ശേഷം വീണ്ടും സിനിമയ്ക്ക് കയറുക. അതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5-ൽ 4.1 ആണ്. ഇത് റിലീസായിട്ട് വന്ന സിനിമകൾ വെച്ച് ഏറ്റവും ബെസ്റ്റ് സിനിമ ഇതാണ്. ഫാമിലി ആയിട്ടായാലും അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ ഇപ്പോൾ കാണാൻ പറ്റിയൊരു വളരെ നല്ലൊരു സിനിമയാണിത്. സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം.